കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പച്ചയായിട്ടുള്ള വർഗീയതകളാണ് പറഞ്ഞുണ്ടാക്കിയത്. തൊട്ടുപുറകെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇതുപോലെ തന്നെ തുടരുകയുണ്ടായി. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മറ്റെല്ലാവരെ കഴിഞ്ഞ് ഇപ്പോൾ പ്രാധാന്യം കൂടുതലും ഇലക്ഷൻ കമ്മീഷനാണ്. മറ്റാര് വാ തുറന്നാലും ഇലക്ഷൻ കമ്മീഷനെ നിയന്ത്രിക്കാനും പറ്റും, നടപടികൾ എടുക്കാനും പറ്റും. അപ്പം ഇലക്ഷൻ കമ്മീഷനെ പേടിച്ചുകൊണ്ട് പലരും അവരുടേതായിട്ടുള്ള വർഗീയ മുഖം തുറന്നു കാട്ടാതെ മുന്നോട്ട് പോകുന്ന ഈ വേളയിൽ നരേന്ദ്രമോദി ഇപ്പോൾ പച്ചയായിട്ടുള്ള വർഗീയത എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 17,000 സംതിങ് കേസുകളാണ് ഇപ്പോൾ ചെന്നിട്ടുള്ളത്. അപ്പം ഇത് ഇത്രയും കേസുകൾ ചെന്നിട്ട് പോലും ഇന്ന് വന്ന വാർത്ത നരേന്ദ്രമോദിക്കെതിരെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, അങ്ങനെ നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇന്ന് കേൾക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷനെ വരെയും ചുരുട്ടി കയ്യിൽ വെച്ചിരിക്കുകയാണോ എന്നാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്.